Today we will be discuss about NDDB. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് NDDB ആണ്, അഥവാ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ് ഇന്നത്തെ നമുക്ക് ഡിസ്കഷൻ ഏരിയ എന്ന് പറയുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDB എന്ന് പറയുന്ന ഈ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും ആധികാരികമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് ഗ്രാമപ്രദേശങ്ങളാൽ റൂറൽ ഏരിയാസിൽ സമ്പന്നമാണ്. ഒരുപാട് ഗ്രാമപ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ, ഈ റൂറൽ ഏരിയയിലെല്ലാം തന്നെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അഥവാ കന്നുകാലികളെ, പശുക്കളെ നോക്കി വളർത്തുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഈ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരുപാട് കുടുംബങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഉപജീവന മാർഗമായിട്ട് വരെ പശുവിനെ വാങ്ങി അതിൻ്റെ പാല് വിറ്റ് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യയിൽ ഇത്രമാത്രം ഗ്രാമപ്രദേശങ്ങളും ആ ഗ്രാമപ്രദേശങ്ങളിൽ പാല് ഉൽപ്പാദിപ്പിച്ച് പാല് വിറ്റ് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഉണ്ടായിരിക്കെ ഇന്ത്യയിലെ പാലുൽപാദനത്തിന് അല്ലെങ്കിൽ പാലിന്റെ ആവശ്യങ്ങൾക്ക്, മിൽക്ക് നീഡ്സിന് പുറമെയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന ഈ ഒരു അവസ്ഥയിൽ പോലും വേൾഡ് ലെവലില് മിൽക്ക് പ്രൊഡ്യൂസിങ്ങിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി എന്നുള്ളതാണ്. എത്രത്തോളം നിങ്ങൾ ആലോചിക്കണം. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ആവശ്യമായ പാല് വിതരണം ചെയ്യാൻ, ആവശ്യമായിട്ടുള്ള പാലിനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് മാത്രം ആവശ്യമായ പാലിനെ വിതരണം ചെയ്യാൻ ഇല്ലാത്ത ഒരു രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന, വേൾഡ് ലെവലിൽ തന്നെ ടോട്ടൽ മിൽക്ക് പ്രൊഡക്ഷന്റെ 23% മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റിയത് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ ആ ഒരു എത്രമാത്രം അന്തരമാണ് എന്നുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാവുന്ന അത്രത്തോളം പാല്, മിൽക്ക് പുറത്ത് നിന്ന്, വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറി. എത്രത്തോളം? ടോട്ടൽ വേൾഡിൽ, ലോകത്ത് മുഴുവനായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിന്റെ, പാലിന്റെ 23% ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയെ ഈ പറയുന്ന സിറ്റുവേഷൻസിലേക്ക്, ഈ പറയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. അപ്പോ ഇന്ന് വേൾഡിലെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം, മൊത്തം വേൾഡിലെ മിൽക്ക് പ്രൊഡക്ഷന്റെ 23% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ന് ഇന്ത്യ മാറിയത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് കൊണ്ടാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്തിനു വേണ്ടി ഈ ബോർഡിനെ രൂപീകരിച്ചു, അല്ലെങ്കിൽ എന്താണ് ഈ ബോർഡിന്റെ ആവശ്യകത എന്നത് അതിൽ തന്നെയുണ്ട്. നബാർഡ് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞത് ഒരു ഡെവലപ്മെന്റ് ബാങ്ക് ആണ്, റൂറൽ ക്രെഡിറ്റിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ഡെവലപ്മെന്റ് ബാങ്ക് ആണ് നബാർഡ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ NHB പഠിച്ച സമയത്ത് നമ്മൾ ഹൗസിംഗ് ഏരിയയിലേക്ക് ഫിനാൻസ് കൊടുക്കുന്ന ഒരു അപ്പെക്സ് ഫെഡറേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു നാഷണൽ ബാങ്ക് ആണ് NHB എന്ന് നമ്മൾ പറഞ്ഞു. NCDC പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സുകൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടി NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാൽ അതിനെ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യ, നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറി എന്നുള്ളതാണ്. ടോട്ടൽ മിൽക്ക് പ്രൊഡക്ഷനിൽ 23% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്
നമ്മുടെ ഇന്ത്യയാണ്. ആ ഒരു റേഞ്ചിലേക്ക്, ആ ഒരു ലെവലിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ എത്തിച്ചത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമുകളാണ്. ഓപ്പറേഷൻ ഫ്ലഡ് തുടങ്ങി ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് രണ്ടാമത്തെ ഫേസ് കവർ ചെയ്തപ്പോഴേക്ക് ഇന്ത്യ ഈ ഒരു റേഞ്ചിലേക്ക്, അഥവാ വേൾഡിലെ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറി എന്നുള്ളതാണ്. സോ NDDB എന്തിനു വേണ്ടി? NDDB എന്ന് പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഫംഗ്ഷൻ എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ ബോർഡ് രൂപീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമുള്ളൂ, ഡയറി കോപ്പറേറ്റീവ്സുകൾക്ക് വേണ്ടിയിട്ടാണ്, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. ഡയറി കോപ്പറേറ്റീവ്സ്, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ്, ഡയറി കോപ്പറേറ്റീവ്സുകൾക്ക്, അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ്. ഡയറി കോപ്പറേറ്റീവ്സുകൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ക്ലാസിഫിക്കേഷനിൽ ഉൾക്കൊള്ളുന്നത് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റികളിലാണ്. സോ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റീസിന് ഡയറി കോപ്പറേറ്റീവ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ അതോറിറ്റി ആയിട്ട് ഇന്ന് നിലനിൽക്കുന്നത് NDDB ആണ്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. അതിന്റെ പേര് തന്നെ ഉണ്ട്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. വേൾഡ് മിൽക്ക് ഡേ, വേൾഡിലെ പാലിന്റെ ദിവസമായിട്ട്, പാല് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഏതാ ദിവസം എന്നറിയാമോ? വേൾഡ് മിൽക്ക് ഡേ നവംബർ 26 ജൂൺ 1 വേൾഡ് മിൽക്ക് ഡേ എന്നറിയപ്പെടുന്നത്. വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് ജൂൺ 1. ഇന്ത്യൻ മിൽക്ക് ഡേ അതല്ലെങ്കിൽ നാഷണൽ ഡയറി ഡേ എന്ന് പറയുന്നത് നവംബർ 26 ആണ്. വേൾഡ് മിൽക്ക് ഡേ എന്നറിയപ്പെടുന്നത് ജൂൺ 1, വേൾഡ് മിൽക്ക് ഡേ എന്നറിയപ്പെടുന്നത് ജൂൺ 1, നാഷണൽ ഡയറി ഡേ എന്നറിയപ്പെടുന്നത് നവംബർ 26 ആണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വേൾഡ് മിൽക്ക് ഡേക്ക് ശേഷം നാഷണൽ ഡയറി ഡേ, ഇന്ത്യൻ മിൽക്ക് ഡേ ആചരിക്കുന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യന്റെ, മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ, മിൽക്ക് മാൻ അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഡയറി എഞ്ചിനീയറിംഗ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇന്ത്യയിലെ NDDBയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യന്റെ, മലയാളിയാണ്, കോഴിക്കോട്ടുകാരനാണ്, ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനത്തെയാണ്, ബർത്ത്ഡേയുടെ അന്നാണ് നാഷണൽ ഡയറി ഡേ അഥവാ നവംബർ 26 ആയിട്ട് ആചരിക്കുന്നത്. നവംബർ 26 നാഷണൽ ഡയറി ഡേ ആയിട്ട് ആചരിക്കുന്നത് NDDBയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യന്റെ ബർത്ത്ഡേയുടെ അന്നാണ്, ജന്മദിനത്തിന്റെ അന്നാണ്. അതിന് അദ്ദേഹത്തിന് അവകാശമുണ്ട്. കാരണം നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഇടപെടലുകളാണ് ഇന്ന് ഇന്ത്യയെ വേൾഡ് ലെവലിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാക്കി മാറ്റിയത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് NDDBയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആയിട്ടുള്ള NDDBയെ കുറിച്ച് നമ്മൾ ഫസ്റ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യം എന്തായിരുന്നു? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഈ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത് ഡയറി കോപ്പറേറ്റീവ്സുകൾക്ക് വേണ്ടിയിട്ടാണ്, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. വേൾഡ് ലെവലില് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റിയത് NDDBയുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമുകളാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഫൗണ്ടറായ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമായ നവംബർ 26 ആണ് നാഷണൽ ഡയറി ഡേ ആയിട്ട് ആചരിക്കുന്നത്. വേൾഡ് മിൽക്ക് ഡേ. ഓപ്പറേഷൻ ഫ്ലഡിന്റെ പോയിന്റ് ഓപ്പറേഷൻ ഫ്ലഡ് പറയാം. യെസ്, ഓപ്പറേഷൻ ഫ്ലഡ് ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. എനിവേ പറയാം, അവിടെ നിൽക്കട്ടെ ഒരു മിനിറ്റ്. വേൾഡ് മിൽക്ക് ഡേ എന്നറിയപ്പെടുന്നത് ജൂൺ 1 ആണ്. നാഷണൽ ഡയറി
ഡെവലപ്മെന്റ് ബോർഡ് NDDB ആണ് ഇന്ന് നമ്മളെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വേൾഡ് ലെവലിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാക്കി മാറ്റിയത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമുകളാണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമുകളാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വേൾഡ് ലെവലിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാക്കിയിട്ട് മാറ്റുന്നത്. മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാക്കി മാറ്റുന്നത് NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറി കോപ്പറേറ്റീവ്സുകൾക്ക് വേണ്ടിയിട്ടാണ്, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഫൗണ്ടറായ ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമായ November 26 ആണ് നാഷണൽ ഡയറി ഡേ ആയിട്ട് ആചരിക്കുന്നത്. വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് June 1. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, എന്നാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിച്ചത്, എവിടെയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്ര അംഗങ്ങളുണ്ട്, അതിന്റെ പ്രസന്റ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്, ഇങ്ങനെ തുടങ്ങി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റ്സുകൾ നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ അതിനൊക്കെ മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, എക്സാം എന്നതിനപ്പുറം, എക്സാം എന്നതിനേക്കാൾ ഉപരി നമ്മൾ അറിഞ്ഞിരിക്കണം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വേൾഡ് ലെവലിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന, വേൾഡ് ലെവലിലെ 23% മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന, വേൾഡ് ലെവലിലെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ 1 രാജ്യമാക്കി മാറ്റുന്നത് NDDB-യിലൂടെയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിലൂടെയാണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിലൂടെയാണ് NDDB ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ വേൾഡിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമാക്കി മാറ്റുന്നത്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, ഈ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഡയറി കോപ്പറേറ്റീവ്സുകൾക്കാണ്, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സിന് വേണ്ടിയിട്ടാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്തിനു വേണ്ടി എന്നുള്ള ഉത്തരം അതിനകത്തുണ്ട്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, ആ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഫൗണ്ടറായ, അതിന്റെ രൂപീകരണത്തിന് കാരണക്കാരനായിട്ടുള്ള ഫൗണ്ടറായിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ, ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഡയറി എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന, ഡയറി എഞ്ചിനീയർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യൻ മലയാളിയാണ്, കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ November 26 ആണ് നാഷണൽ ഡയറി ഡേ ആയിട്ട് ആചരിക്കപ്പെടുന്നത്. മിൽക്ക് ഡേ, വേൾഡ് മിൽക്ക് ഡേ എന്നറിയപ്പെടുന്നത് June 1 ആണ്. NDDB-യുടെ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഹിസ്റ്ററിയിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ, അമുൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് 1946 1946 അമുൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന അമുൽ എന്ന് പറയുന്ന ഒരു ഡയറി സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ NDDB-യുടെ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ, ചരിത്രം പരിശോധിക്കുമ്പോൾ 1946 നമ്മൾ കൊണ്ടുപോകും. 1946 ഗുജറാത്തില് ആനന്ദ് എന്ന് പറയുന്ന പ്രദേശത്ത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ഡയറി സൊസൈറ്റി, ഒരു പാൽ ഉൽപാദന സൊസൈറ്റി വളരെ നല്ല രീതിയിൽ, വളരെ വിജയകരമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നതായിട്ട് കാണാൻ സാധിക്കും. അമുൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ചെയ്തത് എന്താണെന്ന് അറിയുമോ? ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള എല്ലാ കന്നുകാലികളെയും പശുക്കളിൽ നിന്ന് പാൽ ഉൽപ്പാദിച്ച് ജീവിക്കുന്ന മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള എല്ലാ ഫാമേഴ്സിനെയും ഒരുമിച്ച് കൂട്ടി ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ചെയ്ത കാര്യമാണ്. 1946 കാലഘട്ടത്തിൽ ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൂട്ടം ഫാമേഴ്സ്, ഒരു കൂട്ടം കർഷകർ, എത്തരത്തിലുള്ള കർഷകരാണ്?
അവര് പശുവിനെ വളർത്തുകയും പശുവിന്റെ പാലിൽ നിന്ന് ഉപജീവന മാർഗം നടത്തുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള ഫാമേഴ്സ് അവരെല്ലാവരും കൂടെ ഒരു ഏരിയയിൽ സംഗമിക്കുന്നു. അവരെല്ലാവരും കൂടെ തീരുമാനിക്കുകയാണ് എന്ത്, അവരുൽപ്പാദിപ്പിക്കുന്ന പാലുകളെല്ലാം അമുൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന അവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരുമിച്ച് കൂട്ടുമെന്ന്. അവരെല്ലാ ദിവസവും അവരുടെ പശുക്കളിൽ നിന്ന് കറന്നെടുക്കുന്ന പാല് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന അമുൽ എന്ന് പറയുന്ന സൊസൈറ്റിയിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമെന്ന് അവർ തീരുമാനിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഒരുമിച്ച് അവരെല്ലാവരും കൂടെ കളക്ട് ചെയ്ത പാല് ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അവിടെ നിന്ന് ഒരുമിച്ച് അത് വിതരണം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അവര് തുടക്കം കുറിച്ചത് 1946. ആ ഒരു പ്രക്രിയ ആക്ച്വലി ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വിജയകരമായ ഒരു ഡയറി സൊസൈറ്റീസ് രൂപം കൊള്ളുന്നതിലേക്ക് എത്തി എന്നുള്ളതാണ് ചരിത്രം. NDDBയുടെ ചരിത്രം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ 1946 1946 ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്ത് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന അമുൽ എന്ന് പറയുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ആ കോപ്പറേറ്റീവ് സൊസൈറ്റി ചെയ്തത് ആ ഒരു ഏരിയയിൽ ആനന്ദ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള കന്നുകാലികളെ കൊണ്ട് പശുക്കളിൽ നിന്ന് പാല് കറന്ന് പാല് വിറ്റ് ഉപജീവനം നടത്തുന്ന കർഷകരായിട്ടുള്ള ആളുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. ഫാമേഴ്സിനെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ തീരുമാനിച്ചു അവരുൽപ്പാദിപ്പിക്കുന്ന പാലെല്ലാം എല്ലാ ദിവസവും ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന അവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊടുന്ന് ഏൽപ്പിക്കുമെന്ന്. എല്ലാവരും ഒരുമിച്ച് ഏൽപ്പിക്കുമെന്ന്. എന്നിട്ട് ആ കിട്ടിയിട്ടുള്ള ഒരുമിച്ച് കൂട്ടിയ പാലിനെ എന്നിട്ട് അവർ ഒന്നിച്ചു നിന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നുള്ള തീരുമാനം എടുത്തു. ആ ഒരു തീരുമാനം ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വിജയകരമായ ഒരു ഡയറി സൊസൈറ്റീസിനെ ഫോം ചെയ്തു എന്നുള്ളതാണ്. ആനന്ദ് പാറ്റേൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു സൊസൈറ്റിയുടെ ഈ ഫോർമേഷൻ, ഈ സൊസൈറ്റിയുടെ ഈ രൂപീകരണം, ഈ രീതിയിലുള്ള ഒരു പ്രവർത്തനം വിജയം കണ്ടപ്പോ ആ ഒരു ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് ഒരു ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അവിടെ വിസിറ്റ് ചെയ്യാണ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് വിസിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് വിസിറ്റ് ചെയ്തപ്പോ ലാൽ ബഹദൂർ ശാസ്ത്രി അത്ഭുതപ്പെട്ടു. വളരെയധികം വിജയകരമായ രീതിയിൽ പാലിനെ ക്രോഡീകരിക്കുകയും അവിടെ നിന്ന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പാറ്റേൺ, അതൊരു പുതിയ പാറ്റേൺ ആയിരുന്നു. വളരെ വിജയിച്ച ഡയറി സൊസൈറ്റികളുടെ വിജയം കൊണ്ടുവന്ന ഒരു പാറ്റേൺ ആയിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി ആലോചിച്ചു എന്തുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ കൊണ്ടുവന്നുകൂടാ എന്നുള്ളത്. അങ്ങനെ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിന്റെ കോ ഫൗണ്ടർ ആയിരുന്ന ജനറൽ മാനേജർ ആയിരുന്ന ഡോക്ടർ വർഗീസ് കുര്യനെ ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ ആശയം പങ്കുവച്ചു. ഇന്ത്യയിൽ നമുക്ക് ആനന്ദ് പാറ്റേണിലുള്ള ഒരു ഡയറി സൊസൈറ്റി നമുക്ക് ഫോം ചെയ്തുകൂടെ എന്നുള്ള ഒരു കാര്യം ഡോക്ടർ വർഗീസ് കുര്യനോട് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിന്റെ കോ ഫൗണ്ടർ ആയിരുന്ന ജനറൽ മാനേജർ ആയിരുന്ന ഡോക്ടർ വർഗീസ് കുര്യനോട് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഡോക്ടർ വർഗീസ് കുര്യൻ വളരെയധികം താല്പര്യത്തോടുകൂടെ ആ ഒരു ചർച്ച ഏറ്റെടുക്കുകയും 1965 ജൂലൈ 16 തീയതി ഗുജറാത്തിലെ ആനന്ദ് കേന്ദ്രീകരിച്ച് NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് രൂപീകരിക്കുകയും ചെയ്തു. NDDB അന്ന് കാലത്ത് നിലനിന്നിരുന്ന സൊസൈറ്റീസ് ആക്ട് 1860 സൊസൈറ്റീസ് ആക്ട് 1860 സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് NDDB അന്ന് രജിസ്റ്റർ ചെയ്തത്. ജസ്റ്റ് വൺസ് മോർ ഒന്നുകൂടെ ഞാനത് തിരിച്ചു വരാം, ഒന്നും കൂടെ നിങ്ങളിലേക്ക് തന്നെ തിരികെ വരാം. NDDBയുടെ ഹിസ്റ്ററിയിലേക്ക് പോവാം. NDDBയുടെ ചരിത്രം, NDDBയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോൾ NDDBയുടെ ഹിസ്റ്ററി കിടക്കുന്നത് 1946 തുടങ്ങിയ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിന്റെ വിജയത്തിൽ നിന്നാണ്. 1946 ഗുജറാത്തിലെ ആനന്ദ് കേന്ദ്രീകരിച്ച് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വിജയകരമായ ഒരു ഡയറി സൊസൈറ്റി ഫോം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്.
ആനന്ദ് പാറ്റേൺ അഥവാ അമുൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, ഇതിനകത്ത് ഇവർ കൊണ്ടുവന്ന പാറ്റേൺ എന്ന് പറയുന്നത് ആ ഡയറി സൊസൈറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ പാലുൽപാദകരിൽ നിന്നും പാലിനെ എല്ലാം ഒരുമിച്ച് കളക്ട് ചെയ്യപ്പെട്ടു, ഒരുമിച്ച് കൂട്ടപ്പെട്ടു. എല്ലാ പാലുൽപാദകരിൽ നിന്നും പാൽ എന്ത് ചെയ്തു? ഒരുമിച്ച് ഒരു കേന്ദ്രത്തിലേക്ക് അഥവാ അമുൽ എന്ന് പറയുന്ന ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടു. അവിടെ പാലിനെ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ആ പാൽ ഒരുമിച്ച് കൂട്ടിയതിൽ നിന്ന് എന്ത് ചെയ്തു? ആ പാലിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി, ആ പാലിനെ വിതരണം ചെയ്യാൻ തുടങ്ങി. ഏറ്റവും കൂടുതൽ വിജയകരമായ ഒരു ഡയറി സൊസൈറ്റി ആയിരുന്നു ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യമായിട്ട് വിജയം കണ്ട ഡയറി സൊസൈറ്റിയാണ് അമുൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ അമുൽ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റുവിന് ശേഷം PM ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രി എന്ത് ചെയ്യാണ്? ഈ ഒരു സ്ഥാപനം അമുൽ എന്ന് പറയുന്ന സ്ഥാപനം എന്ത് ചെയ്യാണ്? വിസിറ്റ് ചെയ്യാണ്. അമുൽ എന്ന് പറയുന്ന സ്ഥാപനം വിസിറ്റ് ചെയ്തപ്പോ ലാൽ ബഹദൂർ ശാസ്ത്രി വിജയകരമായ ഒരു ഡയറി സൊസൈറ്റീസ് കണ്ടപ്പോ ലാൽ ബഹദൂർ ശാസ്ത്രി അത്തരത്തിലുള്ള ഒരു ഡയറി സൊസൈറ്റി, ആനന്ദ് പാറ്റേണിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയറി സൊസൈറ്റി ഇന്ത്യയിൽ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഈ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മനസ്സിൽ തോന്നിയ ആശയം അമുലിന്റെ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിന്റെ ഫൗണ്ടർ ആയിരുന്ന, ജനറൽ മാനേജർ ആയിരുന്ന ഡോക്ടർ വർഗീസ് കുര്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ ഒരു ആശയം ഡോക്ടർ വർഗീസ് കുര്യൻ കൃത്യമായിട്ട് ഏറ്റെടുത്തു. അദ്ദേഹം ലാൽ ബഹദൂർ ശാസ്ത്രിയുമായി കൂടിച്ചേർന്ന് 1965 ജൂലൈ 16 ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറയുന്ന പ്രദേശത്ത് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട്, ഗുജറാത്തിലെ ആനന്ദിനെ ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിക്കുകയാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിക്കുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യണം. അന്ന് നിലനിന്നിരുന്ന സൊസൈറ്റീസ് ആക്ട് ആണ് സൊസൈറ്റീസ് ആക്ട് 1860 എന്ന് പറയുന്ന ഒരു സൊസൈറ്റീസ് ആക്ട് നിലവിലുണ്ടായിരുന്നു. ആ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് NDD, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് രജിസ്റ്റർ ചെയ്യുന്നത്. 1965 ജൂലൈ 16 NDDB എന്ന് പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സ്ഥാപകനായി ഫൗണ്ടറായി, ആദ്യത്തെ ഫസ്റ്റ് ചെയർമാനായി അപ്പോയിന്റ്മെന്റ് ചെയ്ത, അല്ലെങ്കിൽ ഫസ്റ്റ് ചെയർമാനായി നിയമിതനായ ഡോക്ടർ വർഗീസ് കുര്യൻ അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പ് അവസാനിപ്പിക്കുന്നത് 1998 1998 NDDBയുടെ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആദ്യത്തെ ചെയർമാൻ, ആദ്യത്തെ ഫൗണ്ടർ ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പ് അവസാനിപ്പിക്കുന്നത് 1965 ജൂലൈ 16 തുടങ്ങി അദ്ദേഹം തന്റെ ചെയർമാൻഷിപ്പ് അവസാനിപ്പിക്കുന്നത് 1998. അദ്ദേഹത്തിന് ശേഷം 1998 ശേഷം രണ്ടാമത്തെ ചെയർമാനായിട്ട്, സെക്കൻഡ് ചെയർമാനായിട്ട് വന്നത് NDDBയുടെ ഫൗണ്ടർ ആയിരുന്ന അമൃത പട്ടേലാണ്. അമൃത പട്ടേൽ എന്ന് പറയുന്നവരാണ്. 1998 ശേഷം 2014 വരെ രണ്ടാമത്തെ ചെയർമാനായി, സെക്കൻഡ് ഫൗണ്ടർ ആയിട്ട് നിലനിൽക്കുന്നത് അമൃത പട്ടേലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സൊസൈറ്റീസ് ആക്ട് 1860 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1860 സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഹലോ മക്കളെ ഇല്ലേ? പ്രസംഗം വല്ലാതെ ബോറടിപ്പിക്കണ്ട. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്, ഇല്ല, എന്തെങ്കിലുമൊക്കെ പറയില്ലേ? ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഗുഡ്. അതാണ് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഗുഡ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് മറക്കരുത്. ഇത് ഈ ചരിത്രം പോലെ ഇങ്ങനെ മൈൻഡിലേക്ക് ഫീഡ് ചെയ്തേക്ക്. നല്ല രസമുള്ള ചരിത്രമാണ്. ഈ ചരിത്രം നിങ്ങൾ ഇതുപോലെ പഠിച്ചു വെച്ച ഏത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അത് വായിക്കുമ്പോഴേക്കാ ഇതാണ്, അതാ ക്ലാസ്സിൽ കേട്ടിരുന്നു. ഓക്കെ, മലയാളം ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ ആ പറയുന്ന ആശയത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായാൽ മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ കഴിയാതെ നിങ്ങൾ ഒരിക്കലും HDCയും JDCയും ഡിഗ്രി ഒന്നും കഴിയില്ലല്ലോ. കുറച്ചൊക്കെ നിങ്ങൾക്കൊരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് വായിക്കാനും അതിന്റെ മീനിങ് കാണാനും ഒക്കെ അറിയുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാതെ നിങ്ങൾ ആരും ഡിഗ്രി ഒന്നും പാസ്സാവില്ല എന്ന് ഉറപ്പാണ്. ഇന്നത്തെ SSLC അല്ലല്ലോ, കുറച്ച് പഴയ SSLC അല്ലേ. ഇന്നത്തെ SSLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം എഴുതാൻ അറിയാത്തവര് പോലും പാസ്സാവുന്ന ആളുകളാണ് അല്ലെ.
പക്ഷെ പഴയ കാലത്തല്ല, എന്തായാലും എല്ലാവരും അത്യാവശ്യം നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. സംഭവം A+ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അത്യാവശ്യം വായിക്കാനും എഴുതാനൊക്കെ അറിയുന്ന ആളുകളായിരിക്കുമല്ലോ. ഈ ഒരു ചരിത്രം ഇതേപോലെ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. NDDBയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചരിത്രം ഇങ്ങനെ വരണം, അതിന്റെ ഉള്ളിൽ നിന്ന് വരണം, അറിയാതെ ഇങ്ങനെ പുറത്തേക്ക് വരണം. 1946 അമുൽ എന്ന് പറയുന്ന ഡയറി സൊസൈറ്റി ഗുജറാത്തിലെ ആനന്ദിൽ തുടങ്ങി. അത് വളരെയധികം വിജയകരമായപ്പോൾ ആ ഒരു സ്ഥലത്ത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി അവിടെ വിസിറ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഡയറി സൊസൈറ്റി കൊണ്ടുവന്നൂടാ എന്നുള്ളത്. അദ്ദേഹം അമുലിന്റെ കോ ഫൗണ്ടർ ആയിരുന്ന, അമുലിന്റെ ജനറൽ മാനേജർ ആയിരുന്ന വർഗീസ് കുര്യനോട് തന്റെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ ഡോക്ടർ വർഗീസ് കുര്യൻ ആ ആശയത്തെ ഏറ്റെടുത്തുകൊണ്ട് ഗുജറാത്തിലെ ആനന്ദ് തന്നെ കേന്ദ്രീകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട്, ഗുജറാത്തിലെ ആനന്ദ് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട് 1965 1965 ജൂലൈ 16 എന്ത് ചെയ്യാണ്, നമ്മുടെ NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിക്കുകയാണ്. വെറുതെ സ്ഥാപിച്ചാൽ പോരാ, അതൊരു ആക്ട് കൊണ്ട് നിജപ്പെടുത്തണം. അങ്ങനെ അന്ന് നിലവിലുണ്ടായിരുന്ന സൊസൈറ്റീസ് ആക്ട് 1860 പ്രകാരം എന്ത് ചെയ്യാണ്, ഇത് രജിസ്റ്റർ ചെയ്യാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് NDDB പ്രവർത്തനം തുടങ്ങി. NDDB പ്രവർത്തനം തുടങ്ങുമ്പോൾ അതിന്റെ ഫൗണ്ടർ ആയിരുന്ന ആള് തന്നെ, അഥവാ അതിന്റെ ചെയർമാനായിട്ട് നിലകൊണ്ടു. ഡോക്ടർ വർഗീസ് കുര്യൻ തന്നെയാണ് ആദ്യത്തെ ചെയർമാൻ. അദ്ദേഹം തന്റെ സേവന കാലാവധി മുഴുവൻ 1965 മുതൽ 1998 വരെയുള്ള തന്റെ സേവന കാലാവധി മുഴുവൻ നമ്മുടെ NDDBക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. തന്റെ സേവന കാലാവധി അവസാനിച്ചതിന് ശേഷവും മലയാളിയായ കോഴിക്കോട്ടുകാരനായ ഡോക്ടർ വർഗീസ് കുര്യൻ അദ്ദേഹം തന്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഗുജറാത്തിലെ ആനന്ദിൽ തന്നെയാണ് ശിഷ്ടകാലം ചെലവഴിച്ചത്. അത്രത്തോളം ഡയറി കോപ്പറേറ്റീവ്സിന് വേണ്ടി, NDDBക്ക് വേണ്ടി അർപ്പണബോധത്തോടുകൂടെ പ്രവർത്തിച്ച മനുഷ്യനാണ് വർഗീസ് കുര്യൻ എന്ന് പറയുന്നത്. മലയാളിയായിരുന്നു, നമ്മളെ കോഴിക്കോട്ടുകാരനാണ്. ആലോചിക്കുമ്പോ, ചരിത്രം പഠിക്കുമ്പോ അത്രമാത്രം തന്റെ സ്ഥാപനത്തോട് കൂറു പുലർത്തിയിട്ടുള്ള വേറൊരാളെ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. തന്റെ കാലാവധിക്ക് ശേഷം 2012 അദ്ദേഹം മരണപ്പെടുന്നത്. 2012 വരെ അദ്ദേഹം ഗുജറാത്തിലെ ആനന്ദിൽ തന്നെ ചെലവഴിച്ചു എന്നുള്ളതാണ്. റിട്ടയർമെന്റിന് ശേഷവും NDDBക്ക് വേണ്ടി NDDBയുടെ അപ്ഡേഷനുകൾക്കൊപ്പം സഞ്ചരിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു. അത്രത്തോളം നമ്മളൊരു എക്സാം എന്നതിനേക്കാൾ ഉപരി ഒരു ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തോട് കമ്മിറ്റഡ് ആണോ അത്രത്തോളം നമുക്കതിൽ റിസൾട്ട് ഉണ്ടാവും. 1965 ജൂലൈ 16 NDDB എന്ന് പറയുന്ന സ്ഥാപനം, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, ഗുജറാത്തിലെ ആനന്ദ് ഹെഡ്ക്വാർട്ടേഴ്സ് ആക്കിക്കൊണ്ട് 1965 ജൂലൈ 16 തുടങ്ങി. അതിനുശേഷം അദ്ദേഹം തന്നെ എന്ത് ചെയ്യാണ്, ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. 1970 ജൂലൈ 1 1970 ജൂലൈ 1 ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. 1981 മുതൽ 85 വരെയുള്ള കാലഘട്ടമാണ് ഓപ്പറേഷൻ ഫ്ലഡിന്റെ സെക്കൻഡ് എന്ന് പറയുന്നത്. 81 മുതൽ 85 വരെയുള്ള കാലഘട്ടം ഓപ്പറേഷൻ ഫ്ലഡിന്റെ ഫേസ് സെക്കൻഡ്. ഈ ഫേസ് സെക്കൻഡ് ആയപ്പോഴേക്ക് 1985-86 ഒക്കെ ആയപ്പോഴേക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പാലുൽപാദനത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്ന പദവിയിലേക്ക് എത്തി എന്നുള്ളതാണ്. പാലുൽപാദനത്തിൽ ഏറ്റവും ടോപ്പ് ലെവലിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് സെക്കൻഡ് 1981 to 1985 ഒക്കെ ആയപ്പോഴേക്ക് ഇന്ത്യ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യത്തിലേക്ക്, അഥവാ ആ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ രാജ്യത്തിലേക്ക് ഇന്ത്യ മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. അത്രത്തോളം കമ്മിറ്റഡ് ആയിരുന്നു ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവാർഡുകൾ നമുക്ക് പഠിക്കാം. അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങളുണ്ട്. ഡോക്ടർ വർഗീസ് കുര്യൻ 1965 ജൂലൈ 16 NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിക്കുന്നത്. ആദ്യത്തെ ചെയർമാനും ഫൗണ്ടറുമായിരുന്നു. അദ്ദേഹത്തിന്റെ 1965 മുതൽ 1998 വരെ ചെയർമാനായിട്ട് അദ്ദേഹം തന്നെയാണ് തുടർന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം കോ ഫൗണ്ടർ ആയിരുന്ന അമൃത പട്ടേലാണ് ചെയർമാൻഷിപ്പിലേക്ക് വരുന്നത്. സെക്കൻഡ് ചെയർമാൻ, കോ ഫൗണ്ടർ.
1998 മുതൽ 2014 വരെയുള്ള കാലയളവ് ഡോക്ടർ അമൃത പട്ടേൽ ആയിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് 1 1970 ജൂലൈ 1 തുടങ്ങി. ഓപ്പറേഷൻ ഫ്ലഡ് സെക്കൻഡ് 1985 അവസാനിക്കുമ്പോ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറിയിരുന്നു. അപ്പോഴാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, യെസ് സിതാര ഞാൻ വരാം, പ്രസന്റ് ചെയർമാനിലേക്കൊക്കെ ഞാൻ വരാം കേട്ടോ. പ്രസന്റ് ചെയർമാനിലേക്കൊക്കെ ഞാൻ വരാം. അങ്ങോട്ടാണ് നമ്മൾ ഇങ്ങനെ വെട്ടി റോഡ് വെട്ടിക്കൊണ്ടിരിക്കുന്നത്, അങ്ങോട്ട് വരാൻ വേണ്ടി തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് ഫേസിന്റെ സെക്കൻഡോട് കൂടെ എന്ത് ചെയ്യാണ്, വേൾഡ് ലെവലിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് ഒരു കാര്യം ആലോചിച്ചത്. എന്ത്? NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇന്നും സൊസൈറ്റീസ് ആക്ട് 8060 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പോയാൽ മതിയോ? നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിനെ ഒന്നും കൂടെ എന്ത് ചെയ്യണം, പവർഫുൾ ആക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ NDDB എന്ന് പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് രൂപീകരിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം NDDB ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. 1987 1987 NDDB ആക്ട് 37ാമത്തെ ആക്ട് ആയിട്ട് 37 ആക്ട് നമ്പർ 37 37ാമത്തെ ആക്ട് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുകയാണ്. NDDB ആക്ട് വരുന്നത് നിങ്ങൾ നോക്ക്, ഒരുപാട് ആക്ടുകൾ നമ്മൾ പഠിച്ചു അല്ലെ. നബാർഡ് ആക്ട് 1981 1982 നബാർഡ് വന്നു. NHB ആക്ട് 1987 1988 ജൂലൈ 9 NHB വന്നു. NCDC ആക്ട് 1962 1963 എന്ത് വന്നിട്ടുണ്ട്? 1963 മാർച്ച് 14 ആയപ്പോഴേക്കും എന്ത് വന്നു? NCDC വന്നു. സോ എല്ലാ ആക്ടിനും ഒരു വർഷത്തെ ഗ്യാപ്പാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നോക്ക് നിങ്ങൾ, ഇത് മറക്കരുത് കേട്ടോ. NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സൊസൈറ്റീസ് ആക്ട് 8060 പ്രകാരമാണ് ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത്. 1965 ജൂലൈ 16 തുടങ്ങി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് NDDB ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. 1987 NDDB ആക്ട് വരുന്നത്. 1987 എന്ത് വരുന്നത്? NDDB ആക്ട് വരുന്നത്. ആക്ട് നമ്പർ 37 NDDB ആക്ട് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ വന്നത്. ജാസ്മിൻ, ഇന്ത്യൻ പാർലമെന്റിൽ എപ്പോഴാ വന്നേ? ഏത് ഇയറിലാണ്? 1987. ആക്ട് നമ്പർ എത്രയായിരുന്നു ഷീബ? ആക്ട് നമ്പർ എത്രയായിരുന്നു? 37. 37ാമത്തെ 37 ആക്ട്. ഓക്കെ, ആൻസർ ആരെ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ, ക്ലാസ്സിലാണ്. 37 37ാമത്തെ ആക്ട്. ആക്ട് നമ്പർ 37 NDDB ആക്ട് വരുന്നത് 1987. അങ്ങനെ NDDB ആക്ട് വന്നു. NDDB ആക്ട് വരുന്നതോടുകൂടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡായിട്ട് മാറി അല്ലെ. സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ആയതോടുകൂടെ എന്ത് ചെയ്ത്, ഹലോ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ആയിക്കണ്ട് ആക്ട് വന്നതോടുകൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു കാര്യം കൂടെ ചെയ്തു. എന്തെന്നറിയോ നിങ്ങള്? ഈ പാലുമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി NDDBയുടെ കൂടെ തന്നെ ഇന്ത്യയിൽ അന്ന് കാലത്ത് എന്ത് ചെയ്തിരുന്നു? ഒരു ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ. NDDB പാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു കോർപ്പറേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പാലുൽപാദനത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ചിരുന്നു. ഒരുപാട് മുമ്പ് തന്നെ രൂപീകരിച്ചിരുന്നു. അങ്ങനെ NDDB ആക്ട് വന്നപ്പോ, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ആക്ട് വന്നപ്പോ, NDDBയുടെ ആക്ട് വന്നപ്പോ എന്ത് ചെയ്തു എന്ന് പറയുന്നത് നിങ്ങള്? ഇന്ത്യൻ ഡയറി കോർപ്പറേഷനെ നേരെ പിടിച്ചിട്ട് NDDBയിലേക്ക് മെർജ് ചെയ്തു. അത് മനസ്സിലായില്ല? ഒന്നുമില്ലടാ, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞേ. അതായത് ഓപ്പറേഷൻ ഫ്ലഡ് ഫേസ് സെക്കൻഡ് 1981 to 1985 ആണ് പീരീഡ്. ഈ 1985 ഒക്കെ ആയപ്പോഴേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യ പാലുൽപാദനത്തിൽ ഒരുപാട് മുകളിലേക്ക് എത്തിയിരുന്നു. വേൾഡ് ലെവലിൽ തന്നെ 1ാമത്തെ രാജ്യമായിട്ട് മാറുകയാണ്.
അതോടുകൂടെ NDDB എന്ന് പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിനെ ഒന്ന് സ്റ്റാറ്റ്യൂട്ടറൈസ് ചെയ്യാൻ, നിയമപരമായി ഒന്നും കൂടി ഒരു ആധികാരികത, ഒരു പവർഫുൾ കൊണ്ടുവരാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യൻ പാർലമെന്റില് 1987 ഇന്ത്യൻ പാർലമെന്റിൽ 37ാമത്തെ ആക്ട് ആയിട്ട് NDDB ആക്ട് കൊണ്ടുവരുന്നത്. ഈ NDDB ആക്ട് കൊണ്ടുവന്നപ്പോ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലേക്ക് അതുവരെ ഒരു ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ആള് സൈലന്റ് ആണ്, വലിയ പണിയൊന്നും ചെയ്തിരുന്നില്ല, അവിടെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ അയാൾ അവിടെ വെറുതെ കിടന്നപ്പോ ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഡയറി കോർപ്പറേഷനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു, NDDBയിലേക്ക് മെർജ് ചെയ്തു. വെറുതെ ഒരു സ്ഥാപനം ഇങ്ങനെ അവിടെ ശമ്പളം കൊടുത്ത് സ്റ്റാഫുകളെ നിർത്തി പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ NDDB ആക്ട് എന്തായാലും രൂപീകരിച്ചു. NDDB എന്ന് പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ഇനി ആക്ടിലേക്ക് കൊണ്ടുവരണം. ഈ ആക്ട് പ്രകാരം അത് റൺ ചെയ്യിപ്പിച്ചു തുടങ്ങണം. അപ്പൊ അതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യാണ്, ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കോർപ്പറേഷൻ NDDBയുടെ കൂടെ തന്നെ പാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ കോർപ്പറേഷനെ പിടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ആക്ട് വന്നതോടുകൂടെ ഇന്ത്യൻ ഡയറി കോർപ്പറേഷനെ പിടിച്ചിട്ട് NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിലേക്ക് മെർജ് ചെയ്തു. ആ പോയിന്റ് ക്ലിയർ ആയോ ബൈജു? ആ പോയിന്റ് ക്ലിയർ ആയോ? ഞാൻ അവിടെ ഉദ്ദേശിച്ച പോയിന്റ് എന്താ? യെസ് എന്ന് പറഞ്ഞ എന്താണ് പോയിന്റ് എന്നുള്ളത് പറഞ്ഞ. ഈ 1987 37ാം നിയമമായിട്ട് പാർലമെന്റ് NDDB ആക്ട് പാസ്സാക്കി. അപ്പൊ ഈ പാസ്സാക്കിയപ്പോ NDDB ആക്ട് പാസ്സാക്കിയപ്പോ അതിന്റെ കൂടെ തന്നെ നിലവിലൊരു ഈ NDDBയുടെ കൂടെ ഒരു കോർപ്പറേഷൻ ഉണ്ടായിരുന്നു, അതായത് ഇന്ത്യൻ ഡയറി കോർപ്പറേഷൻ, പാൽ ഉൽപാദനത്തിന് വേണ്ടി തന്നെ ഉള്ള ഒരു കോർപ്പറേഷൻ ആയിരുന്നു. അതിനെ നമ്മുടെ NDDBയിലോട്ട് ലയിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇനി പാലുൽപാദനവുമായി ബന്ധപ്പെട്ട് ഒരേ ഒരാളേ ഉള്ളൂ, അത് NDDB ആണ്. NDDB ആക്ട് വന്നതോടുകൂടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ മൊത്തം ഓണർഷിപ്പും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നതിലേക്ക് മാറ്റപ്പെട്ടു. NDDB ആക്ട് വന്നു, ഇന്ത്യൻ ഡയറി കോർപ്പറേഷനെ പിടിച്ചിട്ട് NDDBയിൽ മെർജ് ചെയ്തു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, NDDB എന്ന് പറയുന്ന നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഓണർഷിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് എന്ന് പറയുന്ന മിനിസ്ട്രിയിലേക്ക് മാറി. മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഓണർഷിപ്പിലേക്ക് എന്ത് ചെയ്യാണ്, കൊണ്ടുവരികയാണ്. സോ NDDB ആക്ട് 1987 37 ആക്ട് നമ്പർ ആയിട്ട് വരുന്നു. ഇന്ത്യൻ ഡയറി കോർപ്പറേഷനെ പിടിച്ചിട്ട് NDDBയിൽ മെർജ് ചെയ്യുന്നു. NDDBയുടെ ഓണർഷിപ്പ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ അണ്ടറിലേക്ക് മാറ്റുന്നു. അങ്ങനെ NDDB ആക്ട് 1987 1987 ഒക്ടോബർ 12-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നു. 12/10/1987 NDDB ആക്ട് പ്രാബല്യത്തിൽ വന്നു. NDDB ആക്ട് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഇന്ത്യൻ ഡയറി കോർപ്പറേഷനെ NDDBയിലേക്ക് മെർജ് ചെയ്തു. അതേപോലെ തന്നെ NDDBയെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ അണ്ടറിലേക്ക് മാറ്റപ്പെട്ടു. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്ത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ന് പറയുന്ന NDDB എന്ത് ചെയ്യാണ്, NDDB ആക്ട് 1987 പ്രകാരം 1987 ഒക്ടോബർ 12/10/1987 മുതൽ NDDB ആക്ട് ഫോഴ്സ്ഫുള്ളി അത് നിലവിൽ വരികയാണ്. NDDB ആക്ട് നിലവിൽ വന്നത് 1987 37 ആക്ട് നമ്പർ ആയിട്ട് NDDB ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചെങ്കിലും NDDB ആക്ട് നിലവിൽ വന്നത് 1987 ഒക്ടോബർ 12-നാണ്. അപ്പൊ എന്തൊക്കെ കിട്ടി? NDDBയുടെ ഫുൾ ഫോം കിട്ടി, NDDBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കിട്ടി, NDDBയുടെ ഓണർഷിപ്പ്, NDDB ആരെ അണ്ടറിലാണെന്ന് കിട്ടി. അതോടൊപ്പം തന്നെ NDDBയുടെ ആദ്യത്തെ ചെയർമാനെ കിട്ടി, രണ്ടാമത്തെ ചെയർമാനെ കിട്ടി. അതേപോലെ തന്നെ NDDBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഗുജറാത്തിലെ ആനന്ദിലാണെന്ന് പറഞ്ഞു. NDDB എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് കിട്ടി. NDDB ആദ്യം ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിരുന്നതെന്ന് കിട്ടി.
സൊസൈറ്റീസ് ആക്ട് 1860 പ്രകാരമാണ്. പിന്നീട് NDDB ആക്ട് ഇന്ത്യൻ പാർലമെന്റിൽ എപ്പോഴാണ് അവതരിപ്പിച്ചെന്ന് കിട്ടി, എത്രാമത്തെ ആക്ട് നമ്പർ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? NDDBയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 8 അംഗങ്ങളാണ്. NDDBയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 8 പേരാണ്. NDDBയുടെ ബോർഡ് അംഗങ്ങൾ എന്ന് പറയുന്നത് 8 പേരാണ്. NDDBയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് 8 പേരാണ്. NDDBയുടെ ബോർഡ് അംഗങ്ങൾ എന്ന് പറയുന്നത് 8 പേരാണ്. നിലവിലെ ചെയർമാൻ ആൻഡ് CEO, ചെയർമാൻ തന്നെയാണ് ഇവിടെ CEO കേട്ടോ. പ്രസന്റ് ചെയർമാൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് മീനേഷ് ഷായാണ്. മീനേഷ് ഷാ, സിതാര പേരിട്ടില്ലേ, മീനേഷ് ഷാ. മീനേഷ് ഷാ, MEE NESH, മീനേഷ് ഷാ, SHAH. മീനേഷ് ഷാ എന്ന് പറയുന്ന ആളാണ് പ്രസന്റ് ചെയർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹം തന്നെയാണ് അവിടുത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യത്തെ ചെയർമാൻ ആയിട്ടുള്ള ഫൗണ്ടർ ആയിട്ടുള്ള ഡോക്ടർ വർഗീസ് കുര്യൻ, അദ്ദേഹം ചെയർമാനായിട്ട് അവിടെ ഇരിക്കായിരുന്നില്ല, കളത്തിലിറങ്ങി കളിക്കായിരുന്നു. രണ്ടാമത്തെ ചെയർമാൻ അമൃത പട്ടേൽ ഫൗണ്ടറാണ് NDDBയുടെ, എന്നും വർഗീസ് കുര്യന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരും ചെയർമാൻ ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കല്ലേ ചെയ്തത്, അതിന്റെ ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആയിരുന്നു. സോ ഇവിടെ ചെയർമാൻ തന്നെയാണ് CEO ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ 8 അംഗങ്ങളാണുള്ളത്. മീനേഷ് ഷാ, മീനേഷ് ഷായാണ് പ്രസന്റ് ചെയർമാൻ എന്ന് പറയുന്നത്. 2021 ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. മീനേഷ് ഷായെ അപ്പോയിന്റ് ചെയ്യുന്നത് 2021 2021 മീനേഷ് ഷായെ എന്ത് ചെയ്യുന്നത്, മീനേഷ് ഷായെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച എല്ലാ പോയിന്റ്സും ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓൾമോസ്റ്റ് എല്ലാ പോയിന്റ്സും നിങ്ങളുടെ കയ്യിലുണ്ടാവും. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തേക്കാം, ഒന്ന് നോക്കിക്കോളൂ. NDDB, നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. NDDB എന്ന് പറയുന്നത് ഡയറി സൊസൈറ്റീസിന്റെ അതുപോലെ തന്നെ പ്രൊഡ്യൂസർ സൊസൈറ്റീസിന് വേണ്ടിയിട്ടാണ്. NDDBയുടെ ആക്ട് അല്ലെങ്കിൽ NDDB ഫോക്കസ് ചെയ്യുന്നത് ഡയറി സൊസൈറ്റീസിനെയാണ്, അതല്ലെങ്കിൽ പ്രൊഡ്യൂസർ സൊസൈറ്റീസിനെയാണ്. വേൾഡിൽ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ടോട്ടൽ മിൽക്ക് പ്രൊഡക്ഷന്റെ 23% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. വേൾഡ് മിൽക്ക് ഡേ എന്ന് പറയുന്നത് June 1. നാഷണൽ ഡയറി ഡേ എന്ന് പറയുന്നത് November 26 November 26 എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യന്റെ ബർത്ത് ഡേറ്റ് ആണ്, ജന്മദിനമാണ്. ഓക്കെ, ഡോക്ടർ വർഗീസ് കുര്യൻ എന്ന് പറയുന്നത് NDDBയുടെ ഫൗണ്ടറാണ്. യെസ്. അതിനുശേഷം പിന്നീട് നമ്മൾ പറഞ്ഞത് NDDB എന്ന് പറയുന്നത് അമുൽ, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിന്റെ ഒരു തുടർച്ചയാണ്, അല്ലെങ്കിൽ ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡിൽ നിന്നാണ് NDDB എന്ന് പറയുന്ന ആശയത്തിലേക്ക് എത്തുന്നത്. അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അതിനു വേണ്ടിയിട്ടുള്ള തുടക്കം കുറിക്കുന്നത്. അമുലിന്റെ ഫൗണ്ടർ ആയിരുന്ന ജനറൽ മാനേജർ ആയിരുന്ന ഡോക്ടർ വർഗീസ് കുര്യനാണ് NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഫൗണ്ടർ പ്ലസ് 1ാമത്തെ ചെയർമാൻ. 1965 ജൂലൈ 16 NDDB തുടക്കം കുറിക്കുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഗുജറാത്തിലെ ആനന്ദാണ്. NDDB ആദ്യമായി രജിസ്റ്റർ ചെയ്യുന്നത് സൊസൈറ്റീസ് ആക്ട് 1860 പ്രകാരമാണ്. ഓക്കെ, ദെൻ അതിനുശേഷം പിന്നീട് നമ്മൾ പറയുന്നുണ്ടാവുക NDDB ആക്ട് വരുന്നതാണ്. NDDB ആക്ട് വരുന്നത് 1987 1987 NDDB ആക്ട് വരുന്നത്. 37 ആക്ട് നമ്പർ 37 ആയിട്ടാണ്. ദെൻ അതിനുശേഷം നമ്മൾ പറയാം ഇന്ത്യൻ ഡയറി കോർപ്പറേഷനെ NDDBയിലേക്ക് മെർജ് ചെയ്തു എന്നുള്ളതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷന്റെ മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ അല്ല, മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിയിങ് എന്ന് പറയുന്ന മിനിസ്ട്രിയുടെ അണ്ടറിലാണ് NDDB ഉള്ളത്. NDDB ആക്ട് ഫോഴ്സ്ഫുള്ളി അത് നിലവിൽ വന്നത്, NDDB ആക്ട് നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എൻഫോഴ്സ് ചെയ്ത് വന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തത് 1987 ഒക്ടോബർ 12 NDDB ആക്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞത് NDDBയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 8 അംഗങ്ങളാണ്. NDDBയുടെ പ്രസന്റ് ചെയർമാൻ CEO എന്ന് പറയുന്നത് മീനേഷ് ഷായാണ്.
കോ ഫൗണ്ടർ എന്ന് പറയുന്നത് അമൃത പട്ടേലാണ്. 1980 മുതൽ 2014 വരെ അവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡ് ചെയർമാൻ ആയിട്ട് ഇരിക്കുന്നത്. 2021 മീനേഷ് ഷാ പ്രസിഡന്റ് ചെയർമാനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ദെൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ 8 അംഗങ്ങളാണുള്ളത്. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം.